നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ വിചാരിച്ച ഈ അറസ്റ്റ് ഒഴിവാക്കാൻ ഒക്കില്ല അച്ഛാ. അമ്മയും നന്ദിനിയുടെ പല വഴികളും നോക്കി. മന്ത്രി വരെ വിളിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിച്ചത് ന്യൂസല്ലേ മോനി. മന്ത്രി ഇതിൽ ഇടപെട്ടാല് അതും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കല്ലേ? അതോടെ മന്ത്രിയുടെ അസേരം തെറിയും. കരയാൻ പറഞ്ഞതല്ല. മോളെ മീനാക്ഷി, ചേ കരയല്ലേ മോള്, വിഷമിക്കാതിരിക്കേ. ഏതു നേരവും നിന്നെ ഉപദ്രവിക്കാൻ നടന്ന സാവിത്രി ചേച്ചിയെ വരട്ടാൻ നീ എടുത്തൊരു വീഡിയോ, അത് എങ്ങനെയോ ലീക്കായി. നീയാണത് മാധ്യമങ്ങൾ കൊടുത്തെന്ന് ഇവിടെയുള്ള ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. അവൾക്ക് കാർത്തികനെയും സാവിത്രിയെയും ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതന്ന് DGP നേരിട്ട് ചോദിച്ചപ്പോ ആകാമായിരുന്നില്ലേ? അല്ല, ഈ വീഡിയോ എങ്ങനെയാ ചോർന്നതെന്ന് നമുക്ക് അറിയണ്ടേ? ചെമ്പകമംഗലത്തെ ശത്രുക്കള് ഈ വീട്ടിനുള്ളിലുള്ളവർ തന്നെയാണല്ലോ. ജഗദീഷേട്ടൻ എന്തിനെങ്ങനെ നോക്കുന്നേ? ഞാനൊന്നുമല്ല, ഞാൻ മീനാക്ഷിയുടെ മൊബൈൽ കണ്ടിട്ട് പോലുമില്ല. മോൾക്കറിയാതെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും നീ ഞങ്ങളുടെ മകളല്ലേ. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാണാനുള്ള ശക്തിയൊന്നും അച്ഛനില്ല. ചേച്ചി, ഇനി അഥവാ അറസ്റ്റ് നടന്നാലും സാവിത്രി ചേച്ചി വിഷമിക്കണ്ട. ഞാൻ പ്രഫുല്ലൻ വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജാമ്യം എടുക്കാൻ പറ്റും. പ്രഭുവൻ വക്കീല് ഹൈക്കോടതിയിലല്ലേ? അതിനെന്താ, അദ്ദേഹം വരാൻ സമ്മതിച്ചിട്ടുണ്ട്. അവര് വന്നു. മോനെ കാർത്തി, അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിന്റെ കയ്യിൽ ഒരു പോംവഴിയില്ലേടാ. എന്റെ ദൈവമേ, സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ഇത്ര വലിയൊരു തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ മരുമകള് അമ്മായിയമ്മയ്ക്ക് തന്ന സ്നേഹസമ്മാനം, കൈവിലങ്ങുകള് എന്തായാലും ഇത് ഇത്തിരി കട്ടിയായി പോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളും പങ്കാളികളായില്ലേ. താങ്കളുടെ ജോലിക്ക് ഒരു പ്രശ്നവുമില്ല. ഓക്കെ സർ. അമ്മേ, കൈമൾ സാർ, ഞങ്ങൾ ഇറങ്ങുകയാ. സാവിത്രി മേഡത്തിന്റെ ആക്ടിംഗ് ഉജ്ജ്വലം. ശരി.
മോനെ കാർത്തി, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ദൈവം ദേവമ്മയുടെ രൂപത്തിലും വരും. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഏത് വിധേനയെങ്കിലും നന്ദിനിയെ നാണം കെടുത്തണം, ഇല്ലാതാക്കണം. അല്ലെങ്കിൽ ചെമ്പകമംഗലത്ത് നിന്ന് നന്ദിനിയെ അടിച്ച് വെളിയിലാക്കണം. ഉണരുന്നതും ഉറങ്ങുന്നതും ആ ഒരു ചിന്തയോടുകൂടിയാ. ഒടുവിലെ നിന്നെ രക്ഷിക്കാൻ ഈ നന്ദിനി തന്നെ വേണ്ടി വന്നു. അത് മറക്കാതിരുന്ന നിനക്ക് തന്നെ നല്ലത്. എവിടെ എത്ര കിട്ടിയാലും നന്നാവത്തില്ല. എന്നെ തല്ലണ്ടച്ചാ ഞാൻ നന്നാവത്തില്ല എന്ന മട്ട. മനസ്സ് നിറയെ അഴുക്ക. എത്ര കഴുകിയാലും അതൊന്നും ശുദ്ധിയാവില്ല. അവനവൻ തന്നെ അവനവനെ തിരുത്താൻ നോക്കണം. എന്നാ കുറെയൊക്കെ ശരിയാവും. എന്റെ പൊന്നുമോൾക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കില്ല, കുറ്റബോധവുമില്ല. അല്ലമ്മേ, എനിക്കൊരു സംശയം. ആ വീഡിയോ പെട്ടെന്ന് എങ്ങനെ ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയത്? അതെങ്ങനെ മാറ്റിയെടുത്തു? അല്ല, എനിക്കും അതിൽ അത്ഭുതം തോന്നി. എങ്ങനെയാ ഏട്ടത്തി അത് മാറ്റിയെടുത്തത്? അത് ഞാൻ പറയാം. ഇവക്ക് എന്തൊക്കെയോ ഐഡിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഇങ്ങനെയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതിലെ രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നന്ദിനി പറഞ്ഞിട്ടാ ഞാൻ സാവിത്രിയെ തല്ലിയത്. ഞാൻ തല്ലുന്നതിന്റെ വീഡിയോ ആരും കാണാതെയാ ഇവൾ ഒളിച്ചു നിന്ന് എടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.